കർണാടക ഷിരൂരിൽ മണ്ണിടിഞ്ഞ് കാണാതായ അർജുനായുള്ള തിരച്ചിൽ നിർണായക ഘട്ടത്തിൽ. റഡാർ പരിശോധന 4 മണിക്കൂർ പിന്നിട്ടു. ലോറി ഇതുവരെ കണ്ടെത്താനായില്ല. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഷിരൂരിലേക്ക്. പ്രതീക്ഷയോടെ അർജുന്റെ കുടുംബം. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ ബാധയെന്ന സംശയം. മലപ്പുറം സ്വദേശിയായ 14-കാരനെ കോഴിക്കോട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിശോധനാ ഫലം വൈകിട്ടോടെ എന്ന് കളക്ടർ. ആരോഗ്യമന്ത്രി മലപ്പുറത്തേക്ക്. എറണാകുളത്ത് 11 പേർക്ക് H1N1 സ്ഥിരീകരിച്ചു. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന് ആരോപണം. വയറുവേദനയ്ക്ക് ചികിത്സ തേടിയെത്തിയ 28-കാരിക്ക് കുത്തിവെപ്പ് നൽകിയതിൽ പിഴവെന്ന് പരാതി. കാട്ടാക്കട സ്വദേശി കൃഷ്ണയുടെ നില ഗുരുതരം. ഡോക്ടർ വിനുവിനെതിരെ കേസെടുത്ത പോലീസ്. നീറ്റ് പരീക്ഷയുടെ വിശദമായ ഫലം പ്രസിദ്ധീകരിച്ച നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പ്രസിദ്ധീകരിച്ചത് പരീക്ഷാ കേന്ദ്ര അടിസ്ഥാനമാക്കിയുള്ള ഫലം. നടപടി സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം. ബംഗ്ലാദേശിൽ സർക്കാർ ജോലി സംവരണത്തിനെതിരായ വിദ്യാർത്ഥി പ്രക്ഷോഭം തുടരുന്നു. മരണം 105 കടന്നു. കർഫ്യൂ പ്രഖ്യാപിച്ച് സർക്കാർ. സൈന്യത്തെയും വിന്യസിച്ചു. കുവൈറ്റിൽ തീപിടുത്തത്തിൽ 4-അംഗ മലയാളി കുടുംബത്തിന് ദാരുണാന്ത്യം. അബ്ബാസിയയിൽ മരിച്ചത് പത്തനംതിട്ട സ്വദേശികളായ മാത്യു മുളയ്ക്കലും കുടുംബവും. അവധിക്ക് നാട്ടിലായിരുന്ന കുടുംബം കുവൈറ്റിൽ തിരിച്ചെത്തിയത് ഇന്നലെ.